ഇത് IVF ചെയ്ത് പ്രഗ്നൻ്റ് ആയിട്ട് കൊണ്ടുവന്ന ലേഡിയാണ്. അതായത് നമ്മളിപ്പം IVF ചെയ്ത ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ പൊതുവേ നമ്മൾ നോർമൽ ഡെലിവറി ചെയ്യാറില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ലക്ഷം രൂപ മുടക്കി നമ്മൾ IVF ചെയ്യുകയാണ്. IVF ചെയ്തിട്ട് നമ്മൾ ലേബർ പെയിൻ വന്ന് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ IVFും ഈ മിക്കുള്ളതും 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികളൊക്കെയാണ്. ഒറ്റ കുട്ടിയെന്ന് പറയുന്നത് അപൂർവമാണ് ഈ IVF ചെയ്തിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരണേന്ന് ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാവേ. അങ്ങനെ അതിൻ്റെ പിന്നിലും കുറച്ച് കഥകളുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഈ ലേഡിയെ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ IVF ചെയ്തതാണ്. അപ്പോൾ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. 7ാം മാസമായിട്ടേ ഉള്ളൂ. 7ാം മാസം ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നോർമലല്ല. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡിക്ക് ഈ കൊണ്ടുവന്ന അവർക്ക് 52 വയസ്സുണ്ട്. 52 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഒരു 46 വയസ്സായ സമയത്ത് തന്നെ മെനോപോസ് ആയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഞാൻ പറയാം പിന്നീട്. കുറേ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര സിമ്പിളൊന്നുമല്ല ഈ സംഭവം. എനിവേ ബാക്കി ഹിസ്റ്ററി പറയാം. ഇവരുടെ 52 വയസ്സുണ്ട്, ഡയബറ്റിക്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. ഇത്രയും ഹിസ്റ്ററി ഉള്ള ഒരു ലേഡിയാണ്. ഒരു ഹസ്ബൻഡും കൂടെ ഉണ്ട്. പക്ഷേ അവർക്കൊരു എന്താണ് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു കുട്ടി അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അവർക്ക് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് അവരെ കൊണ്ട് ഈ റിസ്ക് എല്ലാം പറഞ്ഞ് അവരെ കൊണ്ട് എല്ലാ സൈൻ എല്ലാം ചെയ്യിപ്പിക്കും. ഹസ്ബൻഡിനെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും എല്ലാവരെ കൊണ്ടും സൈൻ ചെയ്യിപ്പിക്കും, ഇവരെ കൊണ്ടുമൊക്കെ. കാരണം ഇത്രയും പ്രശ്നങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ 52ാം വയസ്സിലൊരു പ്രഗ്നൻസി എടുക്കുമ്പോൾ എന്തായാലും റിസ്ക് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അവർ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ അവർക്ക് ഒരു മരിച്ചു പോയാലും കുഴപ്പമില്ല, അവർക്കൊരു കുട്ടിയെ കിട്ടിയാൽ മതി, ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു കുട്ടിയെ വേണം അവർക്ക്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. അങ്ങനെയാണ് അവരിതിന് വില്ലിങ് ആയത്. എല്ലാം പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് തന്നിട്ടാണ് ഇത് കൊണ്ടുവന്നു. ലേബർ പെയിനാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് സിസേറിയൻ ചെയ്തു. 2 കുട്ടികളെടുത്തു. എനിക്ക് കറക്റ്റ് വെയിറ്റ് ഓർമ്മയില്ല, എന്നാലും 2 പേരും ഒരു 1000-ന് താഴെയാണ്, 1000-ന് താഴെയുള്ള 2 പേരുടെയും വെയിറ്റ് ഒരു 800-900 ആ റേഞ്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ റേഞ്ചിലുള്ള കുട്ടികൾ 2 കുട്ടികളാണ്. 2 കുട്ടികളെയും ഞങ്ങൾ NICUലോട്ട്, കുട്ടികളെ വെക്കുന്ന ICUലോട്ട് കൊണ്ടുപോയി. ഇത്രയും